ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യവരദായിനിയായ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. ഉമാമഹേശ്വരന്മാർ അനഭിമുഖമായി ഒരേ ശ്രീകോവിലിൽ വാണരുളുന്ന ഈ ക്ഷേത്രത്തിൽ മഹാദേവന്റെ തിരുനട തുറന്ന് വർഷത്തിൽ എല്ലാ ദിവസവും ദർശനം ലഭിക്കുമെങ്കിലും ശ്രീ പാർവതി ദേവിയുടെ തിരുനടയിൽ വർഷത്തിൽ 12 ദിവസം മാത്രമേ ദർശനം ലഭിക്കൂ എന്നത് ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ്. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കുക www.thiruvairanikkulam.org. കാഞ്ഞൂർ സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റിനോസിന്റെ തിരുനാൾ ജനുവരി 19-20 തീയതികൾ ആഘോഷിക്കും. 1025 വർഷം പിന്നിട്ട് പുരാതന തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞൂർ സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റിനോസിന്റെ തിരുനാൾ ജനുവരി 19-20 തീയതികൾ ആഘോഷിക്കും. തിരുനാളിനോടനുബന്ധിച്ചുള്ള നൊവേന ടൗൺ കപ്പേളിയിൽ 10 മണിക്കും പള്ളിയിൽ 11 മണിക്കും ആരംഭിക്കും. പള്ളിയിൽ രാവിലെ 5:30, ടൗൺ കപ്പേളിയിൽ വൈകിട്ട് 5:30 നൊവേന. 17-ാം തീയതി രാവിലെ 9 മണിക്ക് വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ തിരുനാളിന് കൊടികയറ്റും. ഈ വർഷത്തെ തിരുനാൾ ജൂബിലി തിരുനാളാണ്. കാഞ്ഞൂർ പള്ളി സ്ഥാപിച്ചിട്ട് 1025 വർഷമായിട്ടുള്ള തിരുനാളാണ് ഈ തവണ നടത്തുന്നത്. വിളിച്ചു വിളിയേറ്റ കാഞ്ഞൂർ പുണ്യാളൻ്റെ തിരുനാൾ ജനുവരി 17 മുതൽ 27 വരെയാണ് ആഘോഷിക്കുന്നത്. 17-ാം തീയതി രാവിലെ 9 മണിക്ക് കൊടിയേറ്റ്, അതിനുശേഷം കുർബാന, 18-ാം തീയതി കുർബാന തിരുക്കർമ്മങ്ങൾ, 19-ാം തീയതി തിരുനാളിൻ്റെ തലേ ദിവസം 9:30 പാട്ട് കുർബാന, അതിനുശേഷം അമ്പുമുടിയിൽ ചാർത്തൽ, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് അങ്ങാടി പ്രദർശനം. 3 മണിക്കൂറാണ് ആ പ്രദർശനം ഉണ്ടാവുന്നത്. 100 കണക്കിന് സ്വർണ്ണ കുരിശുകളും 1000 കണക്കിന് മുത്തുകോടുകളും ഈ പ്രദർശനത്തിൽ അണിനിരക്കും. അതുപോലെ തന്നെ 101 ആളുടെ ചെണ്ടമേളമാണ് ഈ തവണ പ്രദർശനത്തിൻ്റെ ഫ്രണ്ടിൽ അണിനിരക്കുന്നത്. അതുപോലെ നെയ്യാണ്ടി മേളം, പഞ്ചവാദ്യം, ബാൻഡ് സെറ്റ്, അങ്ങനെ എല്ലാവിധ വാദ്യമേളങ്ങളും ഉൾപ്പെടെയാണ് പ്രദർശനം നടത്തുന്നത്. ഈ തിരുനാളിൻ്റെ പ്രദർശനത്തിന് എല്ലാ കുട പിടിക്കുന്നവരും കുരിശ് പിടിക്കുന്നവരും നേർച്ചയായിട്ടാണ് ഇത് നടത്തുന്നത്. അതുപോലെ തന്നെ 20-ാം തീയതിയാണ് തിരുനാൾ ദിവസം. 10 മണിക്ക് തിരുനാൾ പാട്ടുകുർബാന, അതിനുശേഷം 12 മണിക്ക് അങ്ങാടി പ്രദർശനം. അത് ഉച്ചയ്ക്ക് 12 മണിക്ക് ഇറക്കി 3 മണിക്ക് തിരിച്ചു കയറും. 12 മണിക്ക് പ്രദർശനം ഇറങ്ങുമ്പോഴാണ് ആകാശത്ത് പരുന്നുകൾ പുണ്യാളന് അകമ്പടി സേവിക്കുന്നത്. 20-ാം തീയതി രാത്രി 6:30 പള്ളി ചുറ്റി പ്രദർശനം. അതോടെ തിരുനാളിൻ്റെ സമാപനമാണ്. അതുപോലെ തന്നെ 20-ാം തീയതി രാത്രി വൈകിട്ട് 9 മണിക്ക് വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനമേള ഉണ്ടായിരിക്കും. ഈ തവണത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 19-ാം തീയതി ഡിജിറ്റൽ ആകാശവിസ്മയമായിരിക്കും. ജനുവരി 18-ാം തീയതി രാവിലെ 5:30, 7 മണിക്കും 10 മണിക്കും വിശുദ്ധ കുർബാന നൊവേന, വൈകിട്ട് 3:30 ടൗൺ കപ്പേളയിലേക്ക് അമ്പ് പ്രദക്ഷിണം, 6 മണിക്ക് വാഹന വെഞ്ചരിപ്പ്, തുടർന്ന് വിശുദ്ധ കുർബാന നൊവേന പ്രസംഗം. രാത്രി 9 മണിക്ക് സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വോയിസ് ഓഫ് കാഞ്ഞൂരിന്റെ 29-ാമത് തിരുനാൾ കാഴ്ച, കുന്നരനാടൻ മൂവാറ്റുപുഴ അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ ഗാനമേള എന്നിവ നടത്തപ്പെടും. തിരുനാൾ ദിനമായ 19-ാം തീയതി രാവിലെ 5:30ക്കും 7 മണിക്കും വിശുദ്ധ കുർബാന നൊവേന, തുടർന്ന് 9:30 തിരുനാൾ പാട്ട് കുർബാന, അമ്പും മുടിയും ചാർത്തൽ, ഉച്ചയ്ക്ക് 12 മണിക്ക് വിശുദ്ധ കുർബാന നൊവേന, 2:45 ലതീൻ, തുടർന്ന് 3 അങ്ങാടി പ്രദക്ഷിണം, 6:30 വിശുദ്ധ കുർബാന, രാത്രി 7:30 പള്ളി മൈതാനിയിൽ 40ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന ബാൻഡ് മേളം, 9 മണിക്ക് ഡിജിറ്റൽ ആകാശവർണ്ണ വിസ്മയം, തുടർന്ന് ചെണ്ടവിമാൻ ജൌഷൽ ബാബു നേതൃത്വം നൽകുന്ന 101 കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളം എന്നിവ നടത്തപ്പെടും. പ്രധാന തിരുനാൾ ദിനമായ 20-ാം തീയതി രാവിലെ 5:30ക്കും 7 മണിക്കും വിശുദ്ധ കുർബാന, 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന, ഉച്ചയ്ക്ക് 12 മണിക്ക് വർണ്ണശബളമായ 3 അങ്ങാടി പ്രദക്ഷിണം, വൈകിട്ട് 6:30 പള്ളി ചുറ്റി പ്രദക്ഷിണം, രാത്രി 8 മണിക്ക് പള്ളി മൈതാനിൽ ആകാശവർണ്ണ വിസ്മയം, 9 മണിക്ക് ജെമിനി മ്യൂസിക് നേതൃത്വം നൽകുന്ന പ്രശസ്ത പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിയും ടീമും അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവ നടത്തപ്പെടും. 21-ാം തീയതി വൈകിട്ട് 9 മണിക്ക് രൂപം എടുത്തുവയ്ക്കൽ, രാത്രി 9:30 പള്ളി മൈതാനിയിൽ ബ്രദേഴ്സ് കാഞ്ഞൂരിന്റെ 26-ാമത് സ്നേഹോപകാരം, കൊച്ചിൻ നാടകം തിയേറ്റേഴ്സിന് നാടകം നടത്തപ്പെടും. ജനുവരി 26, 27 തീയതികളിൽ 8-ാം ഇടം ആഘോഷിക്കും. 26-ന് രാവിലെ 9:30 ആഘോഷമായ പാട്ടുകുർബാന, വൈകിട്ട്
5:30 വിശുദ്ധ കുർബാന, നൊവേന, പള്ളി ചുറ്റി പ്രദക്ഷിണം വൈകിട്ട് 8 മണിക്ക് ആകാശവിസ്മയം, 9 മണിക്ക് പള്ളി മൈതാനിയിൽ കൊച്ചിൻ റിതം മ്യൂസിക് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ കോമഡി നൈറ്റ്, 27-ാം തീയതി രാവിലെ 9:30 ആഘോഷമായ പാട്ടുകുർബാന, തുടർന്ന് പള്ളി ചുറ്റി പ്രദക്ഷിണം നടത്തപ്പെടും. ഫെബ്രുവരി 1 ഇടവക അമ്പ് തിരുനാൾ രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാന, തുടർന്ന് വൈകിട്ട് 4:45 തിരുനാൾ കൊടിയിറക്കൽ എന്നിവ നടത്തപ്പെടും. വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ അമൽ പെരിയപ്പാടൻ, ഫാദർ റിൻസ് പുതുശ്ശേരി, ഫാദർ ജോസ് വലിയകടവിൽ, ജോയ് ഇടശ്ശേരി, ജനറൽ കൺവീനർ ജോഷി ഷെറ്റുങ്ങൽ, ജോയിന്റ് കൺവീനർ ബിജു പെരുമായൻ, സെക്രട്ടറി ലിജോ ഐക്കരത്ത്, ജോയിന്റ് സെക്രട്ടറി ജോജി പുതുശ്ശേരി, ട്രഷറർ കൈക്കാരന്മാർ ജോസി കോഴിക്കാടൻ, വൈസ് ചെയർമാൻ ഡേവിസ് വരേക്കുളം എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. എല്ലാ വർഷവും ജനുവരി 19, 20 തീയതികളിൽ തിരുനാളും ജനുവരി 26, 27 തീയതികളിൽ 8-ാം വിടവും ആഘോഷിക്കുന്നു. തിരുക്കർമാദികളൊക്കെ മിക്കവാറും എല്ലാ വർഷവും നടത്താറുള്ളത് പോലെ തന്നെ വലിയ വ്യത്യാസമില്ലാതെ ഈ വർഷത്തെ ഒരു വ്യത്യാസം സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ഗ്രൗണ്ടിലുള്ള കപ്പേളയിൽ പരിസരങ്ങളിൽ 9 ദിവസവും വിശുദ്ധ കുർബാനയോടുകൂടിയാണ് നൊവേന നടത്തുന്നത് എന്നുള്ളതാണ്. അവിടെ വലിയ ജനക്കൂട്ടങ്ങൾ പങ്കെടുക്കാറുണ്ട്. കുറേ ആളുകളൊക്കെ വെടിക്കെട്ട് കാണാൻ വേണ്ടി മാത്രമാണ് വരിക. അവർക്ക് വിശുദ്ധ കുർബാനയിൽ കൂടി പങ്കെടുക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ടാണ് തിരുക്കർമ്മങ്ങൾ കൂടുതൽ ആഘോഷകരമാക്കുക. മറ്റു കർമ്മങ്ങളൊക്കെ എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്കും 7 മണിക്കും 10 മണിക്കും പള്ളിയിൽ ജനുവരി 11-ാം തീയതി മുതൽ നൊവേനയും വിശുദ്ധ കുർബാനയും ഉണ്ടാകും. ജനുവരി 17-ാം തീയതിയാണ് തിരുനാളിന് ഔപചാരികമായി പതാക ഉയർത്തുക രാവിലെ 9 മണിക്ക്. 19, 20 തീയതികളിലാണ് ആഘോഷമായ പ്രദർശനങ്ങൾ. വളരെ പ്രസിദ്ധിയാർജിച്ച പ്രദർശനങ്ങളാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 3 പ്രദർശനങ്ങൾ നടക്കുന്ന ഒരു പരിസരമാണ് കാഞ്ഞൂർ പള്ളി. 19-ാം തീയതി ഉച്ചകഴിഞ്ഞ് 6 മണിക്കും 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കും പ്രദർശനം ആരംഭിക്കും. അതുപോലെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ കലാപരിപാടികൾ. ന്യൂസ് ബ്യൂറോ, കാലടി.